ഡേ. കോളേജിലെ വാഗമരപ്പൂക്കൾ കാറ്റിൽ പാറി നടക്കുന്നതിനിടയിലാണ് നമ്മുടെ നായികയുടെ എൻട്രി. അച്ചു, ഒന്ന് വേഗം വായോ, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, ക്ലാസ് തിരഞ്ഞു പിടിച്ച് വരുമ്പോൾ ടൈം ആവും, വേഗം വാ. അതെ വരുമല്ലേ ഞാൻ. ഇതാണ് അതിഥി എന്ന അച്ചു. ഒരു ജീനും കുർത്തയുമാണ് വേഷം. ഇടുപ്പോളം വരുന്ന നീളൻ മുടി സ്റ്റെപ്പ് കട്ട് വെട്ടി അഴിച്ചിട്ടിട്ടുണ്ട്. നല്ല ഗോതമ്പിൻ്റെ നിറം, കാതിലൊരു കുഞ്ഞു സ്റ്റഡ്, കഴുത്തിലൊരു സിമ്പിൾ പെൻഡൻ ചെയിൻ. കൂടെയുള്ളത് അച്ചുവിൻ്റെ ഉറ്റ സുഹൃത്ത് നീതു. അവർ നടന്ന് കോളേജ് വരാന്തയിൽ എത്തിയപ്പോഴാണ് ഒരുവൻ അച്ചുവിനെയും നീതുവിനെയും തട്ടി മാറ്റി ഓടുന്നത്. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നൊരു ഒച്ചയും, നിക്കട അവിടെ. വടിവൊത്ത ശരീരം, വെട്ടി ഒതുക്കിയ താടിയും മുടിയും, കോളേജ് പെൺപിള്ളേരുടെ ക്രഷ് അരുൺ വസുദേവ് വർമ്മ. അരുൺ ഓടി വന്ന് അതിഥിയെ തട്ടി. അപ്പോൾ തന്നെ അവൾ താഴെ വീണിരുന്നു. ഇപ്പോൾ അരുൺ അച്ചുവിൻ്റെ മേലെയാണുള്ളത്. കണ്ണുകൾ തമ്മിൽ കൊരുത്തു വലിച്ചു. അരുൺ, ഡാ എഴുന്നേൽക്ക്. ഇത് കേട്ടപ്പോഴാണ് അരുൺ സ്വബോധത്തിലേക്ക് വന്നത്. ഉടനെ തന്നെ അവൻ അച്ചുവിൻ്റെ മേലെ നിന്നും എഴുന്നേറ്റു. അവൻ ഓടിച്ചു വന്നവൻ്റെ പുറകെ പോയി. അച്ചു എഴുന്നേൽക്ക്, എന്തേലും പറ്റിയോടി? അയ്യോ ചോര, വായോ നമുക്ക് മുറിവ് ക്ലീൻ ചെയ്യാം. അവർ ഓഫീസിലേക്ക് പോകുന്ന വഴി കുട്ടികളുടെ അടക്കം പറച്ചിൽ കേട്ടു. ഒരു പെൺകുട്ടി, അരുണല്ലേ ഇത്? അപ്പോൾ മറ്റൊരു പെൺകുട്ടി, അരുണോ? അതാരാ? അരുൺ ചേട്ടൻ അറിയില്ലെന്നോ? എടി ആളാടി കോളേജിൻ്റെ ഓണറിലൊരാൾ. നീ വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലും ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉള്ളതാ. ഇവിടുന്ന് പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് കമ്പനി ടേക്ക് ഓവർ ചെയ്യേണ്ട ആളാ അത്. കേട്ടോടി നീ അവർ പറഞ്ഞത്? എന്നിട്ടാണ് ഇങ്ങനെ അടിപിടി ഉണ്ടാക്കി നടക്കണേ. നീ ഒന്ന് വാനീതു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി. എടി അപ്പം മുറിവ് അത് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മുറിവല്ലേ, ഇനി നിന്ന് ലേറ്റ് ആവും. ശേഷം അതിഥിയും നീതുവും ക്ലാസ്സിൽ കയറി. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്യൂൺ അങ്ങോട്ട് വന്നത്. എല്ലാ കുട്ടികളോടും ഓഡിറ്റോറിയം അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൽ. ഇന്ന് ഫ്രഷേഴ്സ് ഡേ സെലിബ്രേഷൻ ആയിരിക്കും, ഉച്ചവരെ ക്ലാസ് ഉണ്ടാവും. കുട്ടികളെല്ലാവരും ഇത് കേട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന തിരക്കിലാണ്. അച്ചു, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം, എന്നിട്ട് നമുക്ക് ഓഡിറ്റോറിയം പോവാം. ശരിടി, എന്നാൽ വേഗം വാ. അച്ചുവും നീതുവും കൂടെ വാഷ്റൂം ഏരിയയിലേക്ക് പോയി. നീതു വാഷ്റൂം കയറി. പെട്ടെന്നാണ് ആരോ അച്ചുവിൻ്റെ കയ്യിൽ കയറി പിടിച്ച് അവളെ അടുത്തുള്ളൊരു റൂമിൽ പിടിച്ച് കയറ്റുന്നത്. റൂമിൽ കയറി റൂം ലോക്ക് ചെയ്തു. അച്ചു പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവളത് കാണുന്നത്. അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു. അരുൺ. അപ്പോഴും ഗൗരവഭാവം തന്നെയായിരുന്നു അവൻ്റെ മുഖത്ത്. അതിഥി പെട്ടെന്ന് തന്നെ പേടിച്ച് പുറകിലോട്ട് നീങ്ങി നിന്നു. എന്താ നിൻ്റെ പേര്? അച്ചു ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് അരുൺ ഒന്നുകൂടെ ചോദിച്ചു. എന്താ നിൻ്റെ പേരെന്ന്? നിനക്കത് ചെവി വയ്ക്കില്ലേ? അവനൊന്നും മുരണ്ടു. അച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, അതിഥി. അതിഥിക്ക് വാലൊന്നുമില്ലേ? മനസ്സിലായില്ല. അല്ല, ഐ മീൻ അതിഥിയുടെ ഫുൾ നെയിം? അതിഥി കൃഷ്ണമൂർത്തി. അതിഥി കൃഷ്ണമൂർത്തി എന്ന് പറയുമ്പോൾ കൃഷ്ണമൂർത്തി കൺസ്ട്രക്ഷൻസിൻ്റെ കൃഷ്ണമൂർത്തിൻ്റെ അപ്പയാണ്. ഓ, അവനൊരു നിമിഷം ആലോചിച്ചു. പെട്ടെന്ന് തന്നെ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ടേബിളിൽ കയറ്റിയിരുത്തി. അവൾ കുതറി മാറി ഇറങ്ങാൻ നോക്കിയപ്പോൾ അവൻ ഒന്നുകൂടെ അവളെ ഇടുപ്പിൽ ഇറുക്കി പിടിച്ചു. വിടാൻ, ഞാൻ നിന്നൊന്നും ചെയ്യാനൊന്നുമല്ല എന്നും പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് നോക്കി. അവിടെ മുറിഞ്ഞിടത്തേക്ക് നോക്കി. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും ഒരു കോട്ടൺ പീസ് എടുത്ത് ഡെറ്റോൾ മുക്കി അവളുടെ മുറിവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. കോട്ടൺ മുറിവിൽ വെച്ചതും അവളൊന്ന് എരിവ് വലിച്ചു. ശേഷം അവൻ അവിടെ ബാൻഡേഡ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അവനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് ഒഴുകി നടക്കുകയായിരുന്നു. അവൻ്റെ കാപ്പി കണ്ണുകളും നീളൻ മൂക്കും ചുവന്ന ചുണ്ടുകളും. കഴുത്തിൽ എന്നെഴുതിയ ലോക്കറ്റ് ചെയിനും ഷർട്ടിൻ്റെ ബട്ടൺ 2 തുറന്നിട്ടിട്ടുണ്ട്. അതിലൂടെ കാണുന്ന അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ നോട്ടമെത്തി. സ്കാൻ ചെയ്ത് കഴിഞ്ഞോ? അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അല്ല, എന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞോന്ന്. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്ത് നിന്ന് മുഖം വെട്ടിച്ചു. നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന്? ഇല്ല. എന്താ? ഐ ലവ് യു. എന്ത്? ഐ ലവ് യൂന്ന്. അത് കേട്ടപാടെ അവൾ അവനെ തള്ളി മാറ്റി മുറിവിട്ടോടി.